എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ ലൈവിൽ നമ്മൾ കണ്ടതാണ് ജിൻഡോ പുറത്ത് കിടന്നുറങ്ങിയത്. ഈ ജിൻഡോ ഒരു മണ്ടനാണോ? ഈ ബിഗ് ബോസിലത്തെ കണ്ടസ്റ്റന്റിനെ പോലെ തന്നെ നമുക്കും പലർക്കും ഇത് തോന്നിയിട്ടുണ്ടാകും. വായി തുറന്നാൽ തന്നെ പ്രശ്നമാണ്. പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത കുറെ ഡയലോഗുകൾ വരുന്നുണ്ട്. ഇതൊരു ഗെയിമായി കാണാൻ പറ്റില്ല. കാരണം ഇതുപോലെ പറഞ്ഞാൽ ബിഗ് ബോസിന്റെ അകത്തും പുറത്തും ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നെഗറ്റീവ് ഷെയ്ഡ് മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ അത് ബാധിച്ചേക്കാം. ഒരിക്കലും വിജയിക്കാനും പറ്റില്ല. പലരും ജിൻഡോയെ വാൺ ചെയ്തിട്ടുമുണ്ട്, അതുപോലെ തന്നെ ഉപദേശിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് രസ്മിൻ ബായി ഇന്നലെ തന്നെ ജിൻഡോയോട് പറഞ്ഞതാണ്, ലൈവിൽ പറഞ്ഞതാണ്, വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് സൂക്ഷിക്കണമെന്ന്. പവർ ടീം അംഗമായ യമുന ജിൻഡോയോട് ബോഡി ഷോ ചെയ്യാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലം ജിൻഡോ ഉണ്ടാക്കിയിരുന്നു. തന്റെ കംപ്ലൈന്റ് പറയാൻ മീറ്റിംഗിൽ വന്ന ജിൻഡോ ബോഡി ഷോ കാണണമെങ്കിൽ ബാത്റൂമിലേക്ക് വാ എന്ന് യമുനയോട് പറഞ്ഞതോടുകൂടി കാര്യങ്ങൾ മൊത്തം ജിൻഡോക്കെതിരായി തിരിഞ്ഞു. ഇതാണ് ബിഗ് ബോസ്. ഇതാണ് ബിഗ് ബോസിലെ കോമഡി. മറ്റുള്ളവരുടെ തെറ്റുകൾ പറയുന്ന അതേ സമയം സ്വയം തെറ്റ് ചെയ്യാതെ സൂക്ഷിക്കേണ്ട ബാധ്യത കൂടിയുണ്ട്. ഇന്നലെ സിജോ ജാൻമണിയുമായി ബന്ധപ്പെട്ട വിഷയം സോൾവ് ചെയ്യുന്ന സമയത്ത് അതിനിടയിൽ പോയി ഇടപെട്ട ജിൻഡോയെ സിജോ കൈപിടിച്ച് മാറ്റിയിരുന്നു. അതിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ജിൻഡോ ബിഗ് ബോസിനോട് സിജോയ്ക്കെതിരെ കംപ്ലൈന്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. പക്ഷെ ബിഗ് ബോസ് അത് മൈൻഡ് ചെയ്തതേയില്ല. അതിന്റെ രോഷത്തിൽ ഇന്നലെ ജിൻഡോ പുറത്താണ് കിടന്നത്. ഈ കാര്യം ഒരു ഇഷ്യൂ അല്ലാത്തത് കൊണ്ട് തന്നെ ബിഗ് ബോസ് ജിൻഡോയെ ശ്രദ്ധിച്ചതേയില്ല. രാവിലെ എല്ലാവരും വന്ന് ജിൻഡോയോട് അകത്തേക്ക് കയറാൻ പറഞ്ഞെങ്കിലും ജിൻഡോ മൈൻഡ് ചെയ്തില്ല. ജിൻഡോയെ അകത്ത് കയറ്റാൻ സിജോ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ജിൻഡോയുടെ വായിൽ നിന്നും സിജോക്ക് എതിരായും വീട്ടിലെ സ്ത്രീകൾക്ക് എതിരായും കുറെ വാക്കുകൾ വന്നു. അത് സിജോയും നോറയും ശ്രീതുവും ഏറ്റെടുത്തു. ബിഗ് ബോസിനോട് കംപ്ലൈന്റ് പറയാൻ നോറ ക്യാപ്റ്റൻ അർജുനോട് പറയുകയും ചെയ്തു. ഇന്നലെ ബിഗ് ബോസ് ഓൾറെഡി ജിൻഡോയെ താക്കീത് ചെയ്ത് വിട്ടതാണ് യമുനയുടെ വിഷയത്തിൽ. ഓൾറെഡി ജിൻഡോ ഒരു വീക്ക് കണ്ടസ്റ്റന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനിടയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നത്. എലിമിനേഷൻ ലിസ്റ്റിലും ജിൻഡോയുണ്ട്. ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞതിന് ക്യാപ്റ്റൻ സാക്ഷിയുമാണ്. ജിൻഡോയോട് അത്യാവശ്യം നല്ല ബന്ധം ജാസ്മിനും രസ്മിൻ ബായിക്കും ഉണ്ട്. എങ്കിൽ പോലും അവർക്ക് ഈ വിഷയത്തിൽ ജിൻഡോയെ രക്ഷിക്കാനായിട്ടില്ല. അവർക്ക് ജിൻഡോ പാവമാണ്. ജിൻഡോ പാവം ആയാലും ഇല്ലെങ്കിലും ഈ ബിഗ് ബോസ് ഷോ ജിൻഡോയെ എവിടെ കൊണ്ടു ചെന്നെത്തിക്കും എന്ന് ദൈവത്തിന് മാത്രം അറിയാം. നന്ദി, നമസ്കാരം.